കണ്ണൂര് സുധാകരന്റെ ടെറിട്ടറിയാന്നുള്ള ഇല്ല, ഓരോ സിംഹത്തിനും ഓരോ ടെറിട്ടറി ഉണ്ട്. ഈ സുധാകരൻ എന്ന് പറയുന്ന അങ്ങേരുടെ ടെറിട്ടറിയാണ് ഈ പറയുന്ന കണ്ണൂര്. ഈ കോൺഗ്രസ്സുകാര് ഞങ്ങളല്ല തീരുമാനിക്കും, ഹൈക്കമാൻഡ് KC വേണുഗോപാല്, VD സതീശൻ, പിന്നെ മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിൽ, പിന്നെ വേറൊരുത്തനുണ്ടല്ലോ ഇപ്പൊ ഞാൻ പറയണ്ട, വേറെ എന്ത് പറമ്പിലാ ഷാഫി പറമ്പിൽ ഇവന്മാരൊക്കെ പറയുന്നതാണ് ഇപ്പൊ ഇവിടുത്തെ ഹൈക്കമാൻഡ് കേൾക്കുന്നത്. വേറെ ഉണ്ട് ഇവിടെ ഇതിന്റെ എല്ലാ സൂത്രധാരൻ VD സതീശനും ടീം. മറ്റേ അയാളുടെ 2 മക്കളുണ്ടല്ലോ, ആരുടെ VD സതീശന്റെ അയാളുടെ എന്റെ പിള്ളേരെന്ന് പറയുന്ന 2 നമ്പറുണ്ടല്ലോ, അമരല്ലേ ഇമാര് ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തില്, ഷാഫി പറമ്പിൽ. അമാര് പറയുന്ന കേട്ടോണ്ടല്ലോ ബാക്കിയുള്ള എല്ലാം നിൽക്കുന്നത്. ഇപ്പോഴത്തെ കോൺഗ്രസ് ഇവരാണ്. അതാണ് കേരളത്തിലെ കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ് ഇവരാ. ഒന്നാമത് VD സതീശൻ അയാൾക്ക് മുഖ്യമന്ത്രി ആവണം. അയാളാണ് നെക്സ്റ്റ് മുഖ്യമന്ത്രി. ഈ കേസ് കോൺഗ്രസ് ആണ് ഭരണം ജയിച്ചു വരുന്നെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഇയാളാണ് VD സതീശൻ. കാരണം അയാളുടേതായ ടീംസിനെ എല്ലാം സെറ്റ് ആക്കി വെച്ചേക്കും. അത് അവരുടെ PR-ഉം മറ്റേതും എല്ലാം വെച്ച് നോക്കിയാൽ അതിന് എക്സാമ്പിളാണ് ഈ ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് ഇവന്മാർ 2 ഷാഫി പറമ്പിന്റെ പിള്ളേർ മൊത്തം നിൽക്കുന്നത്. അത് ഇവര് പറയുന്നത് പണ്ട് ഉമ്മൻചാണ്ടിയെ കൊണ്ടുവന്ന് നമുക്ക് പറയാം, അങ്ങനല്ല. കാരണം അങ്ങേര് പണ്ട് എല്ലാരെയും ഒരേ കണക്ക് കണ്ട് ആ രീതിയിൽ കൊണ്ടുപോയി. കാരണം ആ സമയത്ത് ഈ ടീമിന്റെ അകത്ത് ഇപ്പൊ എല്ലാം നമ്മുടെ വീണ ജോർജ് പറയുന്നല്ലോ, ഈ ഞങ്ങളുടെ കപ്പൽ ആടി അങ്ങനെ അതേ കണക്കായിരുന്നു നമ്മുടെ ഉമ്മൻചാണ്ടി കൊണ്ടുപോയ സമയത്ത്. എന്നാലും ഉമ്മൻചാണ്ടി ഭരിച്ച സമയത്ത് 5 കൊല്ലം എല്ലാ വർഷവും ഓരോ ആരോപണമുണ്ട്. ആ ആരോപണം എല്ലാം അങ്ങേരുണ്ടല്ലോ, അങ്ങേരിതാ പക്ക സോളാർ. ഇപ്പൊ നമ്മള് സമ്പൂർണ്ണ സാക്ഷരത നേടിയൊരു നാടാണ് നമ്മളെ കേരളം. അല്ല, ചിന്തിക്കുന്നവരെല്ലാം ഒന്ന് നോക്കുന്നത് ഇവരൊക്കെ എന്ത് ഇങ്ങനെ കാണിക്കുന്നത്, ഇവരൊക്കെ എന്ത് ഭ്രാന്താ. ഒരിടത്ത് പോയി പോസ്റ്റർ അടിച്ചിറക്കിയിട്ട് അവിടെ നിന്നിട്ട് പിന്നെ ബ്രോയ് ഇപ്പോഴത്തെ ഇലക്ഷനെ പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം? ഈ വട്ടത്തെ ഇലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എന്റർടൈൻമെന്റ്സാ, മൊത്തം ഫുള്ളി എന്റർടൈൻമെന്റ്സ് ഉള്ളി. നീ ഇന്ന് കണ്ടോ നമ്മുടെ എന്തുവാ കണ്ണൂര് സുധാകരൻ കണ്ണൂർ സിംഹം കണ്ണൂർ സിംഹം സുധാകരനെ അവന്മാര് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയില്ലടാ. അത് പാവപ്പെട്ടാണ്, അയാളെ കൊറേ മോഹിച്ചതാണ് കേട്ടോ, ഒരുപാട് ആഗ്രഹമുള്ളായിരുന്നു പക്ഷെ അങ്ങേര് ഉണ്ടാക്കിയെടുത്ത ടെറിട്ടറിയാണ് കണ്ണൂര് സുധാകരന്റെ ടെറിട്ടറിയാന്നുള്ള ഇല്ല, ഓരോ സിംഹത്തിനും ഓരോ ടെറിട്ടറി ഉണ്ട്. ഈ സുധാകരൻ എന്ന് പറയുന്ന അങ്ങേരുടെ ടെറിട്ടറിയാണ് ഈ പറയുന്ന കണ്ണൂര്. അയാള് എന്തുവാ എല്ലാം പറഞ്ഞ ഇലക്ഷൻ സ്ഥാനാർത്ഥിയായിട്ട് നിക്കണ്ടെന്നൊക്കെ ഈ പറയാൻ ഇവര് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ ഈ കോൺഗ്രസ്സുകാര്, ഞങ്ങളല്ല തീരുമാനിക്കുന്നത്, ഹൈക്കമാൻഡ്. ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്നവര് ഇവിടെ ഉള്ളമാരെ വാക്കും കേട്ടാണ്ട് അമ്മമാരവിടെ ഇരിക്കുന്നത്. ഒന്ന് വേറെ അടുത്തുണ്ടല്ലോ, എന്തോ നമ്മുടെ ആലപ്പുഴ ഉള്ള അയാളുടെ പേരെന്തോടെ, KC വേണുഗോപാല്, VD സതീശൻ, പിന്നെ മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിൽ, പിന്നെ വേറൊരുത്തനുണ്ടല്ലോ ഇപ്പൊ ഞാൻ പറയണ്ട, വേറെ എന്ത് പറമ്പിലാ ഷാഫി പറമ്പിൽ ഇവന്മാരൊക്കെ പറയുന്നതാണ് ഇപ്പൊ ഇവിടുത്തെ ഹൈക്കമാൻഡ് കേൾക്കുന്നത്. വേറെ ഉണ്ട് ഇവിടെ ഇതിന്റെ എല്ലാ സൂത്രധാരൻ VD സതീശനും ടീം. മറ്റേ അയാളുടെ 2 മക്കളുണ്ടല്ലോ, ആരുടെ VD സതീശന്റെ അയാളുടെ എന്റെ പിള്ളേരെന്ന് പറയുന്ന 2 നമ്പറുണ്ടല്ലോ, അമരല്ലേ ഇമാര് ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തില്, ഷാഫി പറമ്പിൽ. അമാര് പറയുന്ന കേട്ടോണ്ടല്ലോ ബാക്കിയുള്ള എല്ലാം നിൽക്കുന്നത്. ഇപ്പോഴത്തെ കോൺഗ്രസ് ഇവരാണ്. അതാണ് കേരളത്തിലെ കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ് ഇവരാ. ഒന്നാമത് VD സതീശൻ അയാൾക്ക് മുഖ്യമന്ത്രി ആവണം. അയാളാണ് നെക്സ്റ്റ് മുഖ്യമന്ത്രി. ഈ കേസ് കോൺഗ്രസ് ആണ് ഭരണത്തിൽ ജയിച്ചു വരുന്നെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഇയാളാ VD സതീശൻ. കാരണം അയാളുടേതായ ടീംസിനെ എല്ലാം സെറ്റ് ആക്കി വെച്ചേക്കും. അത് അവരുടെ PR-ഉം മറ്റേതും എല്ലാം വെച്ച് നോക്കിയാൽ അതിന് എക്സാമ്പിളാണ് ഈ ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് ഇവന്മാർ 2 ഷാഫി പറമ്പിന്റെ പിള്ളേർ മൊത്തം നിൽക്കുന്നത്. അത് ഇവര് പറയുന്നത്
പണ്ട് ഉമ്മൻചാണ്ടിയെ കൊണ്ടുവന്ന് നമുക്ക് പറയാം, അങ്ങനല്ല. കാരണം വെച്ചാൽ അങ്ങേര് പണ്ട് എല്ലാവരെയും ഒരേ കണക്ക് കണ്ട് ആ രീതിയിൽ കൊണ്ടുപോകാൻ. കാരണം വെച്ചാൽ ആ സമയത്ത് ഈ ടീമിന്റെ അകത്ത് ഇപ്പൊ ഇല്ല നമ്മുടെ വീണ ജോർജ് പറയുന്നല്ലോ, ഈ ഞങ്ങളുടെ കപ്പൽ അതേ കണക്കായിരുന്നു നമ്മുടെ ഉമ്മൻചാണ്ടി കൊണ്ടുപോയ സമയത്ത്. എന്നാലും ഉമ്മൻചാണ്ടി ഭരിച്ച സമയത്ത് 5 കൊല്ലം എല്ലാ വർഷവും ഓരോ ആരോപണമുണ്ട്. ആ ആരോപണം എല്ലാം അങ്ങേരുണ്ടല്ലോ, അങ്ങേര് ഇതാ പക്കായിട്ട് ഈ സോളാർ കേസ് വരെ കൊണ്ടുവന്നു. സോളാർ കേസ് വേറൊരു കാര്യമുണ്ട്, സോളാർ കേസ് കൊണ്ടുവന്നിട്ട് പോലും നമ്മുടെ ഉമ്മൻചാണ്ടിക്കെതിരെ ട്രിവാൻഡ്രത്ത് അണ്ണനന്ന് കോളേജ് പഠിക്കുക, നമ്മുടെ കൂട്ടത്തിലുള്ള ടീംസ് വരെ ഡിവൈഎഫ്ഐയുടെ ടീമും എക്സ്പൈയുടെ ടീമും ഇവരെല്ലാം ട്രിവാൻഡ്രത്ത് പോയി പെറ്റ് കിടന്നു. 2-3 ദിവസം പെറ്റ് കിടന്നു. എന്നിട്ട് ഒരു ദിവസം സുപ്രഭാതത്തിട്ട് ഇവന്മാരെല്ലാം തിരിച്ച് അതേ കണക്ക് വരുക. ഞങ്ങളെന്നു ചോദിച്ചാൽ എന്തുവാ കേസൊക്കെ എന്തോ അല്ല എന്തോ ഇത് ഇത് എന്തുവാ അയാള് ഇപ്പൊ അയാളെന്തോ കോംപ്രമൈസ് ടോക്ക് സംസാരിക്കുവന്ന് ഞങ്ങളുടെ പാർട്ടിക്കാരോട്. അതുകൊണ്ട് ഞങ്ങളങ്ങ് വിട്ടുന്നു. എന്ത് കിണ്ടി നമ്മളൊക്കെ ഒന്ന് പഠിക്കുന്ന അമ്മയാണ്ട് നമുക്ക് ഇച്ചിരി വിവരമുണ്ടല്ലോ. ആ സമയത്ത് നമ്മൾ ചോദിച്ചു നീയൊക്കെ ഇന്റർനെറ്റോടാ സംസാരിക്കും. അത് ഞങ്ങളുടെ പാർട്ടി മേളിൽ നിന്ന് സംസാരിക്കും. അതൊക്കെ ആ ഡീലിങ്സ് ഉമ്മൻചാണ്ടി ഇവരെ കൊണ്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നീ ഒന്നല്ല ചെയ്യും. ഉമ്മൻചാണ്ടിയുടെ പവർ ഉമ്മൻചാണ്ടി ഞാൻ പൊക്കി പറയല്ല, ഉമ്മൻചാണ്ടി അഴിമതി നടത്തിയിട്ടുണ്ടോ ഇല്ല നമുക്കറിയത്തില്ല. പൊക്കി പറയുന്ന താഴ്ത്തി പറയുന്നത് ഇത് ആ രീതിയിൽ അങ്ങേര് കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഒന്നല്ല ചെയ്യും. അങ്ങേരുടെ കഴിവാണ്. അങ്ങേര് 5 വർഷം കറക്റ്റായിട്ട് തികയ്ക്കുകയും ചെയ്തു. സത്യം പറഞ്ഞ ഇപ്പൊ ഈ കോൺഗ്രസ്സുകാർ ഇപ്പൊ നിക്കുന്നമാര് പൊട്ടന്മാരെന്ന് ഞാൻ പറയും. കെ സുധാകരൻ എന്ന് പറഞ്ഞ വ്യക്തിയെ അവിടെ ഒഴിവാക്കിയിട്ട് അവോയ്ഡ് ചെയ്തിട്ട് അവിടെ വേറൊരാളെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്ന പറഞ്ഞ വലിയ മണ്ടത്തര കാണിച്ചേക്കുന്നത്. അയാൾക്കൊരു ആഗ്രഹം കാണത്തില്ല, ഞാനിപ്പോ ഇവിടെ MLA ആയിട്ട് നിക്കണം. അയാൾ ആഗ്രഹം പറഞ്ഞത് അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. അതിനകത്ത് നമ്മൾ ഇച്ചിരി സ്വാർത്ഥതയും കൂടെ ചിന്തിക്കണം. അങ്ങേർക്ക് ഇത്ര പ്രായം 19 വയസ്സ്. പിന്നെന്താ രണ്ടാമത് അങ്ങേര് ചിന്തിക്കുമ്പോൾ ചിലപ്പം ഈ 5 വർഷം തികക്കണമെന്നില്ല. അങ്ങേര് നോക്കുമ്പോൾ അങ്ങേരുടെ സ്വന്തം നാട്ടില് ഭരിച്ചുകൊണ്ട് തന്നെ അങ്ങേർക്ക് മരിക്കണം എന്നുള്ള രീതിയിൽ. ഞാൻ മരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനല്ല. ചിലപ്പോ ആ രീതിയിലും ചിലപ്പോ ചിന്തിക്കാം അവസാന കാലഘട്ടം. കാരണം ചിലപ്പം ഈ 5 വർഷം തികച്ചാലും ചിലപ്പോ പുള്ളി വിചാരിക്കും ഇനി ഞാനങ്ങ് മാറി നിൽക്കുക, ആ അവസാന കാലഘട്ടത്തിൽ എനിക്ക് ഇന്ന ആഗ്രഹങ്ങളുണ്ടെന്നുള്ള രീതിയിൽ അങ്ങനെയും ചിന്തിക്കാം. ഒരു പ്രസ് മീറ്റിലാണ്ട് ഇയാളെ ഒരുമാതിരി തടഞ്ഞ ഇങ്ങനെ കാണിച്ചു ഇംഗ്ലീഷിൽ ചോദിച്ചപ്പം അയാള് അന്നേരം അയാൾക്ക് മനസ്സിലല്ല, അയാൾക്ക് ഇംഗ്ലീഷ് ചിലപ്പോ അറിയത്തില്ല. അന്നേരം ഉടനെ ബാക്കി ഇയാള് സംസാരിച്ചോ. അതൊക്കെ എന്ത് ഇതാണ്, അയാളൊക്കെ എത്ര വയസ്സിന് മൂത്തിയാണ് ഇത്. സതീശൻ എന്നൊക്കെ പറഞ്ഞ ഈ പറയുന്ന ഗുണ്ടകളുടെ മുന്നിലെ ഗുണ്ടകളെയൊക്കെ നീ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ശരിക്കും. ഗുണ്ടകളൊക്കെ എന്ന് പറഞ്ഞാൽ നീ ഒന്ന് ആലോചിക്കണേ. ഞാൻ സുധാകരനെ പൊക്കി പറയല്ല, എൻ്റെ ഒരു കണക്കൂട്ടില്ല, എനിക്കറിയത്തില്ല. എനിക്ക് അത്രത്തുള്ള അത് അവര് ആരെങ്കിലും ഇതൊക്കെ വീഡിയോ കാണുന്നവരെന്തെങ്കിലും പറയുന്നുണ്ട് പറയണേ. സുധാകരൻ എനിക്ക് വന്ന് നമ്മുടെ ബ്രണ്ണൻ കോളേജിൽ പഠിച്ചതാ കണ്ണൂര്. അതായത് പിണറായി പഠിച്ച നീ ഓർമ്മയില്ലേ, പിണറായി ഊരിപ്പിടിച്ച ആ പഠിച്ച കോളേജിൽ പഠിച്ച ആളാ ഈ പറയുന്ന സുധാകരൻ. അതാ കാലഘട്ടം. പിണറായി കാലം ഇച്ചിരി കൂടെ മൂത്താണ് എൻ്റെ ഒരു കണക്കൂട്ടില്, മൂത്താണ് സുധാകരൻ. ആ സമയത്ത് സുധാകരൻ ആ കണ്ണൂര് കോൺഗ്രസിന്റെ ഗുണ്ടയായിട്ട് ഭരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഗുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അതിപ്പം നമ്മൾ പല രീതിയിലും പറയാം, ഭരിച്ചിട്ടുണ്ടെന്നെങ്കിൽ അന്നത്തെ അയാളുടെ പവർ ചിന്തിച്ചു. പക്ഷെ അന്ന് തൊട്ട് അയാളിതാ ഇപ്പൊ 2026 നിൽക്കുന്നു. അന്ന് വരെ അങ്ങേർക്ക് ഒരു വ്യതിചലനം വേറെ പാർട്ടിയിലോട്ട് ഉണ്ടായില്ല. ചിന്തിക്കേണ്ട ആരാടാ ഇവന്മാരെ ചിന്തിക്കണ്ടേ, ചിന്തിക്കണ്ടേ ഇതൊക്കെ. ഇതൊന്നും നമ്മള് ഇത് പറയുന്നില്ല. ഒരു കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യൻ ചിന്തിച്ചാൽ മതി. അങ്ങേരെ നിർത്താതെ വേറെ ഏതെങ്കിലും മൊണ്ണകളെന്നല്ല ഇനി ആരാ നിർത്തി. പക്ഷെ അത് ഒരിക്കലും സ്വാഭാവികമായിട്ടും നോർമൽ ലൈഫിൽ ജീവിക്കുന്ന ഒരാൾക്കും അവന് വോട്ട് ചെയ്യത്തില്ല, അവനല്ലെങ്കിൽ അവള്. എന്റെ പറയാം, ഞാൻ പറയട്ടെ, ഈ പറഞ്ഞ വീഡിയോ സതീശനെ തന്നെ എത്ര നമ്മൾ ഈ ആളുകൾ കണ്ടു തുടങ്ങിയത്, അറിഞ്ഞു തുടങ്ങിയത് ലാസ്റ്റ് ഈ ഇടയ്ക്കങ്ങണ്ടൊക്കെ ഇയാള് 6-7 കൊല്ലമായിട്ടുള്ളൂ. ഉമ്മൻചാണ്ടിയുടെ കാലശേഷോ ഈ 6-7 കൊല്ലം കൊണ്ട് ഈ വീഡിയോ സതീശൻ എന്ന് പറഞ്ഞ വ്യക്തിയൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയത്. പിന്നെ അതല്ലേ പേര് കേട്ടു തുടങ്ങി. അന്നേരം ഇങ്ങനെ ആളുണ്ട് കോൺഗ്രസിൽ,
അതിനേക്കാൾ മുമ്പേ ഉണ്ട് ഈ കെ സുധാകരനെ. സുധാകരന്റെ പേര് നമ്മൾ പണ്ടേ കേൾക്കുന്ന കണ്ണൂരിലെ അതാണ്. ഞാൻ എന്റെ കാര്യമുള്ള കാര്യം ഞാൻ ജനിച്ചു വളർന്നിട്ടുണ്ടെങ്കിൽ നമ്മള് കേൾക്കുന്ന അതായത് വിവരം വെക്കുന്ന ഒരു പ്രായം ഉണ്ടല്ലോ 10-12 വയസ്സ് നമ്മൾ അന്നേരം സുധാകരൻ കണ്ണൂരിലെ ഗുണ്ട, കോൺഗ്രസിന്റെ ഗുണ്ട മെയിൻ ലീഡർ എന്നാണ് പറഞ്ഞത്. അറിയാലോ അയാളാണ് അവിടുത്തെ മെയിൻ ആള്. കണ്ണൂരെന്ന് പറയുമ്പോ അവിടെ കേൾക്കുന്നവര് കെ സുധാകരൻ ഈ പറഞ്ഞ വീട് കാര്യമൊന്നുമില്ല. കണ്ണൂരെന്ന് പറയുമ്പോ ആദ്യമേ ഓർമ്മ വരുന്നത് LDF കോട്ട. അവിടുത്തെ പിണറായി വിജയൻ, കെ സുധാകരൻ ഇവർ രണ്ടുപേരും കമ്മ്യൂണിസ്റ്റിന്റെ പിണറായി വിജയൻ, കോൺഗ്രസിന്റെ സുധാകരൻ. ഇപ്പോഴാ പേര് കാരണം വെച്ചാൽ കോട്ടയാണ്, കമ്മ്യൂണിസ്റ്റിന്റെ കോട്ടയാണ്. കാരണം കമ്മ്യൂണിസ്റ്റിന് ഒരു പ്ലസ് ഉണ്ട്. എന്താന്നറിയാവോ, അവർക്കൊരു എന്തുവാ ഇല്ല പറയുന്ന കണക്കൊരു പാർട്ടിക്കകത്ത് ഒരു ഒത്തൊരുമയുണ്ട്. അതിനെ നമ്മൾ സമ്മതിച്ചു. കാരണം നമ്മള് ഇന്നും രാവിലെ നമ്മൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്തില്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവര് ഇപ്പം നീല അന്നില്ല പറഞ്ഞ എന്താ ചക്കയ്ക്ക് കുത്തണം, ചക്കയ്ക്ക് വോട്ട് കുത്തണം അവര് അത് ഞാൻ അറിയത്തില്ല. 2020 അങ്ങനെ ഉണ്ടോ? എന്നാ ഓക്കെ, എന്നാ അരിവാൾ ചുട്ടിയൊക്കെ കുത്തണമെന്നും പറഞ്ഞിട്ട് അത് അരിവാൾ ചുറ്റിക്ക് ഇവരല്ലേ അല്ല ചക്ക അതാ മറ്റേ ഇവരുടെ അല്ലേ T20 എന്ന് പറഞ്ഞ BJP ഇല്ലേ അതല്ലേ ഞാൻ പറഞ്ഞ ഇവരുടെ ഈ അതായത് കമ്മ്യൂണിസ്റ്റുകാര് എന്താ ചക്കയ്ക്ക് കുത്തണമെന്ന് പറഞ്ഞാൽ ചക്കയ്ക്ക് കുത്തത്തുള്ള ഇന്ത്യയിൽ പറഞ്ഞായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏത് പാർട്ടിയാന്ന് എന്താ പറയുന്നോ അതാണ് വോട്ട് ചെയ്യണം. അവരുടെ അണികൾ അത്രയും സപ്പോർട്ട് അവര് പാർട്ടി വിടാൻ അത്രത്തോളം അച്ചടക്കവും അവരുടെ ഓർഡറിങ്ങും കാര്യങ്ങളും എല്ലാം അതേ രീതിയിൽ ഒരു എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ട്, ഡിസിപ്ലിൻ ഉണ്ട്. ഡിസിപ്ലിൻ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവര് പാർട്ടി പറഞ്ഞതിനപ്പുറത്തില്ല കേട്ടോ. നമ്മളത് പൊക്കിയും പറയല്ലോ അത് നമ്മുടെ കാര്യം പറയണല്ലോ. അത് ആ പാർട്ടിയില് അവരുടെ അത് വിജയം. കാരണം ആ വിജയമാണ് ഈ 2026 വീണ്ടും LDF അധികാരത്തിൽ കയറുന്നത്. ഈ പക്ഷേ 2ാം സ്ഥാനം എന്റെ ഒരു കണക്കൂട്ടല് ഞാൻ പറയാലോ BJPയും കോൺഗ്രസും തമ്മിലുള്ള അടിയെന്നല്ല മത്സരം എന്റെ ഒരു കണക്കൂട്ടൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ LDF അധികാരത്തിൽ കയറുന്ന എല്ലാവർക്കും കണ്ണടച്ച് അല്ല LDF തന്നെ വരണം വരുക. LDF കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വരുവാണെങ്കിൽ ആര് മുഖ്യമന്ത്രിയാവും? പ്രതീക്ഷിച്ച് ഇപ്പൊ തന്നെ വേറെ പ്രശ്നമുണ്ട്. ഇതേവരെ സ്ഥാനാർത്ഥികൾ ഫുള്ളായോ? ഇല്ല. അവിടെ BJPക്കാര് കമ്മ്യൂണിസ്റ്റ് അവിടെ റെഡി ആക്കി നിർത്തി അവിടെ പ്രചാരണത്തിന് ഇറങ്ങിക്കഴിഞ്ഞ്. ഇതുവരെ കോൺഗ്രസിന് ഇതുവരെ ആയിട്ടുമില്ല. ആര് മുഖ്യമന്ത്രി ആവുന്ന അവർക്ക് അറിയത്തില്ല. ലാസ്റ്റ് വാർത്ത ഞാൻ കേട്ടായിട്ട് എന്തോ ഉള്ളതെന്നല്ലാന്ന് എനിക്കറിയത്തില്ല. ശബരിനാഥിന് ആൾറെഡി ആദ്യമേ ഒരു സ്ഥലത്ത് വെച്ചിരുന്നു. എന്തോ എനിക്കൊരു ഓർമ്മയില്ല. എന്തോ നേമത്തോ എന്തോ ഒരു XY ഇപ്പൊ Xൽ വെച്ച് എന്നിട്ട് ഇവര് ഉടനെ അതിനെ അങ്ങ് ഇച്ചിരി കഴിഞ്ഞ ഉടനെ ഇപ്പൊ BJPയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് LDF ആൾറെഡി ആയല്ലോ. അന്നേരം എനിക്കൊന്ന് പോളിംഗ് എല്ലാം കണക്കൂട്ടി വെച്ച് നോക്കിയാലും അന്നേരം ഉടനെ ശബരിനാഥിനെ വൈ എന്നുള്ള സ്ഥലത്തിലോട്ട് മാറ്റി. ഇതൊക്കെ എന്തുവാണ് പേടിക്കണ്ടല്ല. അത് ഓരോ നാട്ടുകാരെ അതൊക്കെ വിലയിരുത്തുന്നുണ്ട്. ഇപ്പൊ നമ്മള് സമ്പൂർണ്ണ സാക്ഷരത നേടിയൊരു നാടാണ് നമ്മളെ കേരളം. അല്ല ചിന്തിക്കുന്നവരെല്ലാം ഒന്ന് നോക്കി ഇവനൊക്കെ എന്ത് ഇങ്ങനെ കാണിക്കുന്നത്, ഇവനൊക്കെ എന്ത് പ്രാന്താ. ഒരിടത്ത് പോയി പോസ്റ്റർ അടിച്ചിറക്കിയിട്ട് അവിടെ നിന്നിട്ട് പിന്നെ അവിടുന്ന് ഉടനെ മാറി വേറെ എടുത്തിട്ട് പോകുമ്പോ ഒരിക്കലും സമയം. പിന്നെ അതങ്ങനെ ഇപ്പൊ എറണാകുളത്ത് നമ്മുടെ ദീപ്തി മേരി വർഗീസ് ചേച്ചില്ലയോ, നമ്മുടെ ഒരു ഇച്ചിരി പ്രായമുള്ള ചേച്ചിയാ, അവരെ നിർത്താതെ കൊച്ചിയില് കോൺഗ്രസ് അവര് നിന്ന ജയിക്കേണ്ട മണ്ഡലം അത് ഈ വട്ടം കയ്യിൽ നിന്ന് പോകും. ഇവരുടെ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പോകുന്ന കാര്യമാണ് കൺഫേംഡാ. അവരെ നിർത്തിയില്ലെന്നുണ്ടെങ്കിൽ ആ പാർട്ടി അല്ല അവിടെ അവര് ജയിക്കത്തില്ല. അത് നമുക്കറിയാം, അത് കൺഫേംഡാ. നമുക്ക് അതൊക്കെ ഒരു കണക്കൂട്ടലുണ്ടല്ലോ. നമ്മളിപ്പോ ഒരു പാർട്ടി സപ്പോർട്ട് ചെയ്യുന്ന ഇതുമല്ല, പക്ഷെ ഭരണത്തില് ഇവരാ കമ്മ്യൂണിസ്റ്റ് ജയിക്കത്തില്ല. അത് വേറെ കാര്യം. കമ്മ്യൂണിസ്റ്റ് ജയിക്കണം, അതാ വേണ്ടത്. ഇവന്മാരിച്ച് അഹങ്കാരം കൂടുതലേ ഇപ്പൊ വന്ന് കോൺഗ്രസ്. എന്റെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, പ്രതിപക്ഷമായിട്ട് BJP ഒരു വട്ടം വരണം. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അതല്ല, അത് വേറൊന്നും കണ്ട ഞാൻ പറഞ്ഞു തിരിച്ചൊരു ചോദിക്കാൻ അറിയത്തില്ല, ചോദിക്കാനുള്ള ഗട്ട്സും ഇല്ല കോൺഗ്രസ്സുകാർക്ക്. അതിനുള്ള കാര്യം റീസൺ ഉണ്ട്. കാരണം വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ പറയുന്നില്ലയോ ഈ ഇപ്പൊ നമ്മുടെ ശബരിമലയിലെ സ്വർണ്ണ കേസ് ഇതേവരെ മുങ്ങിയേ
മുങ്ങിയത് ഇതുവരെ മിണ്ടുന്നില്ല ആരും. നീ ഒന്ന് ആലോചിച്ചൊക്കെ, അത് ബാക്കിലോട്ട് വെക്ക് കഴിഞ്ഞാൽ കോൺഗ്രസ്സാ, ബാക്കിലോട്ട് കഴിഞ്ഞാൽ കോൺഗ്രസ്സാ. അല്ല അതുകൊണ്ടാണ് മിണ്ടാത്തത്. അല്ല അതുകൊണ്ട് നീ കോൺഗ്രസ് ആരും മിണ്ടുന്നില്ല. പക്ഷെ വേറെ ആരുണ്ട് ഈ സ്ഥാനത്ത് BJP വരുവാണെന്നുണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റിനെതിരെ നിനക്ക് ഒരു ചോദ്യം ചോദിക്കുക, അവർക്ക് തെളിവ് സഹിതം പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇപ്പൊ കോൺഗ്രസിലെ ഇന്ന ആളാണ് ഈ ഒരു പ്രശ്നം നടത്തിയത്, ആ ഒരു ഉത്തരം നമുക്ക് കിട്ടണ്ടേ? ആരാണ് സ്വർണം കടത്തിയത്? വേണ്ടയോ? പിന്നെ നമുക്ക് അറിയേണ്ട ഉത്തരവാദിത്വം ഇല്ല നമുക്ക്. അതുകൊണ്ട് അമ്മ മിണ്ടത്തില്ല. പക്ഷെ അത് മിണ്ടണം. അടിച്ചു മാറ്റിട്ടുണ്ടെങ്കിലോ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. പക്ഷേ ഈ പാർട്ടിയിൽ ബന്ധമില്ലാത്ത സമയത്ത്, ആ സമയത്ത് ബന്ധമില്ലാത്ത പാർട്ടി എന്ന് വെച്ചാൽ BJP എന്ന് വെച്ചാൽ ആ സമയത്ത് ബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ അവരുടെ കയ്യിൽ കാണും. പക്ഷെ അതല്ല, ഇപ്പൊ അവർക്ക് സുഖമായിട്ട് വയ്ക്കാമല്ലോ. ഇപ്പൊ എനിക്ക് സുഖമായിട്ട് ഞാൻ സ്വർണ്ണം കെട്ടില്ല, എന്റെ എനിക്ക് അതിന്റെ പങ്ക് കിട്ടിയിട്ടില്ലോ എന്നുള്ളത് എനിക്ക് ഉള്ളിലൊരു ഫീലിങ്സ് വെച്ചിട്ട് ഞാൻ ചോദിക്കത്തില്ലേ, നീയൊക്കെ കട്ട്, അത് എനിക്ക് കൺഫേം ആയിട്ട് പറയാം. എനിക്ക് ചോദിക്കാം, നീയൊക്കെ കട്ടിട്ടുണ്ട്, അതെന്തി ആ സ്വർണ്ണം എവിടെ കൊണ്ട് വെച്ചു? അതാണ്. പക്ഷെ സത്യം പറയാം, ഇപ്പൊ ഏകദേശം 15 കൊല്ലം ആവാറായില്ലേ BJP ഭരിക്കാൻ തുടങ്ങി ഇന്ത്യ. ഇതുവരെ അഴിമതി പോലും വന്നിട്ടില്ലേ? ഇല്ല. ഇതുവരെ അഴിമതി എന്ന് പറഞ്ഞ കേസ് നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല BJP ഭരിച്ചിട്ട്. അഴിമതി എന്നല്ലടാ പ്രശ്നം, അഴിമതി നടത്തും, അത് എല്ലാ പാർട്ടിക്കാരും നടത്തും. അഴിമതി നടത്തിക്കോ, പക്ഷെ നാടിൻ്റെതായ ഡെവലപ്മെന്റും നാട്ടുകാർക്ക് അതിൻ്റെതായ സ്വാതന്ത്ര്യം വേണം. ഇത് രണ്ട് ഇപ്പൊ എത്ര എന്നാ BJP എന്നാ അധികാരത്തിൽ കയറിയത്? 2014 ഇപ്പൊ 12 വർഷം ആവുന്നില്ലേ? 11 വർഷം ആവുന്നത്. 2026 തുടങ്ങിയുള്ളു. 11 വർഷമായി. 11 വർഷമായിട്ട് നമുക്ക് എവിടെങ്കിലും എന്തെങ്കിലും പ്രശ്നം വരും? കുഴപ്പമുണ്ടായിട്ടില്ല. നമ്മളും ചോദിക്കുന്ന അത്രേ ഉള്ളു. നമുക്ക് ഈ ഒരു ആര് ഭരിച്ചാലും ഓക്കെ, എന്റെ നാടിന് ഡെവലപ്മെന്റ് വേണം. എന്റെ നാടിന് ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോ ഇപ്പം ചക്കര കൊടുത്ത് കൈയിട്ട് ഞാൻ ആരാലും ഒന്ന് ജസ്റ്റ് നക്കി നോക്കും. നക്കണ്ടെന്നല്ല പറയാം, നക്കിക്കോ. പക്ഷെ നക്കിക്കുന്നുണ്ടെങ്കിൽ ആ ചക്കര കുടം ഉണ്ടെന്ന് പറഞ്ഞാൽ ചക്കര കൊടുത്തിട്ട് ബാക്കി പെർസെന്റ് ബാക്കിയുള്ളവർക്ക് കൊടുക്ക്, മതിയില്ലയോ? ഞാനെത്ര പറയുന്നുള്ളു. അഴിമതി നടത്താത്ത ആരുമില്ല. ഇപ്പൊ നമുക്ക് പൊതുവെ നമുക്കില്ല പെട്ടെന്ന് തുറന്നടിച്ച് പറയാൻ പറ്റത്തില്ല ആരും അഴിമതി നടത്തിയെന്ന്. തെളിവ് നമ്മുടെ കയ്യിൽ ആരുമില്ല. ഇപ്പൊ നമ്മളിപ്പോ BJP പൊക്കി പറഞ്ഞാലും കമ്മ്യൂണിസ്റ്റിനെ പൊക്കി പറഞ്ഞാലും കോൺഗ്രസിനെ പൊക്കി പറഞ്ഞാലും നമുക്ക് ഓപ്പണായിട്ട് തെളിവുണ്ടോ?